നിനക്കിനിയും മതിയായില്ലേ? ഓ, എന്റെ ഷർട്ട് ഇനിയും നീ മോഷ്ടിച്ചോണ്ടിരിക്കുകയാണല്ലേ? പിള്ളേച്ച, ഒരു പ്രാവശ്യം ഓന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ട് വെറുതെ സർവ്വതിനും ഓന്റെ മക്കിട്ട് കയറല്ലേ? ഓ, ഇവൻ എന്റെ തല തൊട്ട് സത്യം ചെയ്തതാ, ഇനി മേലിൽ നിങ്ങളെ ഷർട്ട് ഓന്റെ കൈകൊണ്ട് തൊടൂലാന്ന്. പിന്നെ അവന്റെ ഇരിക്കുന്ന എന്തോന്നാ, അണ്ടർവെയർ ആണോ? അച്ഛന്റെ ഷർട്ട് ഇത് അകത്തുണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു തവണ കള്ളനായവനെ പിന്നെ എന്നും കള്ളൻ തന്നെ. ഇന്നലെ വരെ ഇവൻ എന്റെ ഷർട്ട് മോഷ്ടിച്ചിട്ടോണ്ട് നടന്നു. എന്നിട്ട് ഇപ്പോഴോ അവനെ മാർത്താണ്ഡം പിള്ളയുടെ സ്റ്റൈൽ അങ്ങ് മോഷ്ടിച്ചിരിക്കുക. നീ എത്രയൊക്കെ കിടന്ന് താളം തുള്ളിയാലും എന്നെ പോലെ ആകാൻ പോകുന്നില്ല. അയ്യോ, ആവേ വേണ്ട. ഇതുപോലൊരു പീസ് കേരള സംസ്ഥാനത്തുണ്ടാവൂല. ഇനിയെങ്ങാനും ഒരു പീസ് ഉണ്ടെങ്കിൽ തന്നെ അന്വേഷിച്ചാ പോലും കണ്ടു കിട്ടൂല. അത് നീ പറഞ്ഞത് കറക്റ്റാ. എന്തൊക്കെ കിഴക്കി പാടി ഇങ്ങനെ പാടി. ഇത്രയും വിലയുള്ള ഷർട്ട് ഇവന് മേടിച്ചു കൊടുക്കാൻ നീ വല്ലാണ്ടങ്ങ് പണക്കാരനായി പോയോ ജഗു? അയ്യോ, അങ്ങനെ പറയില്ലേ സുധേച്ചി. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനേക്കാൾ വലിയ വിലയൊന്നും ഈ ഷർട്ടിനില്ല. എനിക്കെന്റെ കട തിരിച്ചിട്ടി. അച്ഛന്റെ ഡയാലിസിസ് വീണ്ടും തുടങ്ങി. ഇതിനൊന്നും ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. താങ്ക് യു സോ മച്ച് ഡാ. ഇതാ ചേച്ചി ലഡു. എന്തിനാടാ ഇതെല്ലാം? എന്റെ ഒരു സന്തോഷത്തിനാ. എല്ലാവർക്കും ഇത്തിരി മധുരം ഇരിക്കട്ടെ. ഇതാ ഇതാ. പ്രിയപ്പെട്ടവരെ, ജഗ്ഗുവിന്റെ ഇസ്തിരിപ്പെട്ടി വീണ്ടും ചൂടായി തുടങ്ങിയിരിക്കുന്നു. എത്രയും വേഗം നിങ്ങളുടെ അലക്കിയ വസ്ത്രങ്ങളെല്ലാം ജഗ്ഗുവിനെ ഏൽപ്പിക്കണം. വസ്ത്രങ്ങളിലെയും മനസ്സുകളിലെയും ചുളിവുകളെല്ലാം ഒരുപോലെ മാറട്ടെ. പക്ഷെ നോട്ട് ചെയ്യാം, ഞങ്ങൾക്ക് വേറെ ബ്രാഞ്ചുകളില്ല. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ സുധാമണിയുടെ മുന്നിലുള്ളൂ. അത് കഴിഞ്ഞാൽ അവർ എങ്ങോട്ട് പോകും? അതിനുള്ളൊരു വീട് കിട്ടുമോ? അതോർത്തിട്ട് 2 ദിവസം എന്റെ ഉറക്കം കെടുക. കല്യാണം കഴിഞ്ഞ അവരെവിടെ താമസിക്കും? ഓരോ ദിവസം കഴിയും തോറും ഓരോ പുതിയ ഇഷ്യൂവാ. അതും മുമ്പുണ്ടായിട്ടുള്ളതിനേക്കാൾ സ്ട്രോങ് ആൻഡ് ബിഗ്. സുധാമണിയുടെ സ്കൂളിന്റെ ഇഷ്യൂസ് ഒരു വശത്ത്. അതൊന്ന് ഒതുങ്ങുന്നതിന് മുൻപേ വീട് കാലിയാക്കാൻ വക്കീൽ നോട്ടീസ്. അവരെ എങ്ങനെ നമുക്ക് ഹോംലെസ് ആക്കി വിടാൻ പറ്റുമോ യാമിനി? നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? ആളിന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഒരു പുതിയ വീടങ്ങ് വാങ്ങിച്ചു കൊടുക്കും. അതൊന്നും ഇപ്പോഴത്തെ കണ്ടീഷനില് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഓ, അപ്പോ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. കൊള്ളാം. അങ്ങനെ നിങ്ങൾ ചിന്തിച്ച സ്ഥിതിക്ക് ഞാൻ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞു. ഈ വീടുണ്ടല്ലോ, അവർക്കതങ്ങ് ഒഴിഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ വാടകയ്ക്കൊരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കും. എന്തേ? ഇത് തമാശ പറയാനുള്ള നേരമല്ല സന്ദീപ്. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. നിനക്ക് തമാശയായിട്ട് തോന്നിയോ? എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. സർവ്വതും നഷ്ടപ്പെട്ട് നടുത്തെരുവിൽ നിൽക്കാൻ പോകുന്ന ഒരു കുടുംബത്തിലേക്ക് ഇത്രയും കാലം പോറ്റി വളർത്തിയ ഒറ്റ മകളെ ഒരു ഉളുപ്പമില്ലാതെ പറഞ്ഞു വിടാൻ നിങ്ങൾക്കൊക്കെ എന്താ ഭ്രാന്താണോ? വീണ് കിട്ടിയ ഈ ഗോൾഡൻ ചാൻസ് യൂട്ടിലൈസ് ചെയ്ത് ഈ ബന്ധത്തിൽ നിന്ന് എങ്ങനെ പിന്മാറാന്ന് ആലോചിക്കേണ്ടതിന് പകരം അവറ്റകൾക്ക് വീടുണ്ടായി കൊടുക്കുന്നതിനെ കുറിച്ചാ ചർച്ച. സുധാമണിയും കുടുംബവും നമുക്ക് വെറും പരിചയക്കാരല്ല ഇപ്പോ. റാദർ ദേ ആർ ആൻ ഇന്റഗ്രേറ്റഡ് പാർട്ട് ഓഫ് എ ഫാമിലി. അവർക്ക് പറ്റുന്നൊരു വീഴ്ച വെറുതെ കണ്ടു നിൽക്കാനാവോ നമുക്ക്? അളിയൻ ഈ രാമായണം മുഴുവൻ കേട്ടിട്ട് ഇന്റഗ്രേറ്റഡ് പാർട്ട് ഓഫ് ദ ഫാമിലി പോലും. ആ ചെറുക്കനുമായിട്ടുള്ള അലയൻസ് ഇല്ലാതായ പിന്നെ ആ ഫാമിലിയുമായിട്ട് നമുക്ക് എന്താ ബന്ധം? ഇത്രയൊക്കെ കാര്യങ്ങൾ മൂവ് ചെയ്ത സ്ഥിതിക്ക് ഇനി എങ്ങനെയാ അവരോട് നമുക്ക് താല്പര്യമില്ലാന്ന് പറയുന്നത്? വേണ്ട, ഇപ്പൊ പറയണ്ട. കല്യാണമൊക്കെ കഴിഞ്ഞ് അവൾ കൺസീവ് ആയതിനു ശേഷം പറഞ്ഞാൽ മതി.
ഭഗവാന്റെ അനുഗ്രഹമുള്ള കുട്ടിയാ എന്റെ ശങ്കു. എത്ര ഭംഗിയായിട്ടാ മോനി ഓടക്കുഴൽ വായിക്കുന്നേ. എന്ത് രസാ ഇത് കേക്കാൻ. ഭഗവാൻ ഇതാ ഇങ്ങനെ മുമ്പിൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നും. ഞാൻ വായിക്കുന്നത് ഭഗവാൻ മുന്നിട്ടാ. ഒരു പ്രാവശ്യം ഭഗവാൻ എന്നോട് കൂടുതൽ ഇഷ്ടം തോന്നുമ്പോ ഞാൻ പിന്നെ വായിക്കും. ഭഗവാൻ എന്നെ നോക്കി ചിരിക്കും. അത് കൊള്ളാലോ. അപ്പൊ ഇങ്ങള് രണ്ടാളും തമ്മില് ചിരിയും വർത്താനെല്ലാം ഉണ്ടല്ലേ. ശങ്കു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞാൻ ശങ്കുവിന്റെ ആരാ? എനിക്ക് സുന്ദാന്റി എന്റെ അമ്മ പോലെ. മോനെ ശങ്കു, ഞാൻ എന്റെ അമ്മയെ കണ്ടിട്ടില്ല. ശങ്കു, സുന്ദാന്റി എന്തിനാ കറിയണ? സുന്ദാന്റി എന്തിനാ വിഷമിക്കണ? ശങ്കു സുധാമിന് സെറ്റാ. സുന്ദാന്റി കറിഞ്ഞാൽ ശങ്കുന് സംഗതി വരും. ഇല്ല മോനെ, സുധാന്റെ കാര്യമില്ല. ശങ്കുനെ വിഷമിപ്പിക്കുന്ന ഒന്നും ഈ സുധാന്റെ ചെയ്യൂല. അപ്പോ ശങ്കുനി സുധാമ സെറ്റാ. സെറ്റ്. എനിക്ക് കടയില് പോണം. അച്ഛന് ഒറ്റയ്ക്കുള്ളൂ. പോയിക്കോ. ടാറ്റാ. ഈ കോളനി വിട്ട് പോണ്ടി വന്ന എന്റെ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്ന് എന്റെ ശങ്കു ആയിരിക്കും. ഓനും അത് താങ്ങാൻ പറ്റൂല. എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു വെക്കണം. അതെന്റെ മാത്രം ആവശ്യമല്ല, എന്നെ സ്നേഹിക്കുന്നവരോടുള്ള എന്റെ കടപ്പാടാണ്. ഭഗവാനെ. എന്ത് വിശേഷം? പ്രത്യേകിച്ച് ഒരു വിശേഷമില്ലല്ലോ. കുറച്ചു ദിവസമായിട്ട് നീ മൂഡ് ഓഫ് ആണല്ലോ. എന്താ കാര്യം? എന്താണെങ്കിലും എന്നോട് പറ. ആന്റിയുമായിട്ടുള്ള പ്രശ്നമാണോ? സൂരജിന്റെ കാര്യം ഇവനോട് പറഞ്ഞാലോ? വേണ്ട, ഇവനോട് പറഞ്ഞ അതപ്പ തന്നെ അമ്മയുടെ ചെവിയിലെത്തും. നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ മീനാക്ഷി? തനിക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോ അത് താൻ എന്നോട് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് ഞാൻ സോൾവ് ചെയ്യാൻ ശ്രമിക്കില്ലേ? താനിപ്പോ പഴയ ആളെയല്ല. തനിക്കെന്താ പറ്റിയത്? തന്റെ കാര്യം ഓർത്ത് എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. നീ കരുതുന്ന പോലെ എനിക്കൊരു കുഴപ്പമില്ല. മീനാക്ഷി, നീ എന്നും എന്റെ ഒരു നല്ല സുഹൃത്താണ്. നിനക്ക് ദോഷം വരുന്ന രീതിയിൽ ഒരു കാര്യവും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഇനി ചെയ്യേയില്ല. അതെങ്ങനെ പ്രൂവ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നീ കരുതുന്ന പോലെ ആന്റിയോട് എനിക്ക് വലിയ അടുപ്പമോ സോഫ്റ്റ് കോർണറോ ഒന്നുമില്ല. അതുകൊണ്ട് നീ എന്തുണ്ടെങ്കിലും എന്നോട് പറ. നിന്നെ എനിക്ക് അത്ര വിശ്വാസമില്ല. നിന്നെ ഇനി എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. സാരമില്ല, ഇനി നീ എന്നോട് പറഞ്ഞില്ലെങ്കിൽ വേണ്ട, നിന്റെ എൽഡർ ബ്രദറിനോട്, ഐ മീൻ ബാലിച്ചേട്ടനോടെങ്കിലും എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ തുറന്നു പറയണം. ഇതെന്റെ റിക്വസ്റ്റ് ആണ്. നീ എന്നോട് പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ ആന്റിയോട് ഷെയർ ചെയ്യില്ല കേട്ടോ. മീനൂട്ടി, 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 അവിടെ നിക്ക്. അതെ, ഇത് വീടല്ല. എന്നെ മീനാക്ഷി എന്ന് വിളിച്ചാ മതി. ഓ ശരി മാഡം. എനിക്ക് ഇന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? നമുക്കൊന്ന് അപർണേന്റെ വീട് വരെ പോയിട്ട് വന്നാലോ? ഞാനോ? ഈ യൂണിഫോമിലോ? യൂണിഫോം പോയാ എന്താടി കുഴപ്പം? ഞാൻ എന്തായാലും യൂണിഫോമിൽ അങ്ങോട്ടേക്ക് വരുന്നില്ല. അമ്മ ഒറ്റയ്ക്ക് പോയാ മതി. എനിക്ക് വീട്ടിൽ പോകാം. അല്ലെങ്കിലും എനിക്കിപ്പോ ഇത്തിരി കൂടുന്നുണ്ട്. ഒരു കാര്യം പറഞ്ഞ ഒരു അനുസരണയുമില്ല. ഈ യൂണിഫോമിൽ അപർണേന്റെ വീട് വരെ ഒന്ന് പോയിന്ന് വെച്ച് എനിക്ക് എന്ത് വരാനാ? എനിക്ക് ഈ യൂണിഫോം ഇട്ട് പോകുന്നതിൽ ഒരു കുറച്ചിലുമില്ല. പക്ഷെ അമ്മ ഈ കോലത്തിൽ എന്റെ കൂടെ വരുന്നത് അത് എന്ത് പറഞ്ഞാലും എനിക്ക് നാണക്കേട് തന്നെയാ. സ്കൂളിലോ ഞാൻ നാണം കിട്ടും. ഇനി അപർണ ചേച്ചിയുടെ വീട്ടിലും കൂടെ എനിക്ക് വയ്യ. അതാ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞേ. ഈ യൂണിഫോം ഇട്ടാലും ചട്ടയും മുണ്ടും ഇട്ടാലും ജീൻസും ടോപ്പും ഇട്ടാലും അമ്മ അമ്മ തന്നെയാ. അതെന്റെ മോളൊന്ന് ഓർമ്മിച്ചാ മതി. അയ്യോ, ദേ നിങ്ങൾ പോലെ ഞാൻ പറയുന്ന കേക്ക്. നീ കാണിച്ചു കൂട്ടിയതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നീ അറിയുന്നില്ല സുധാമണി. ഞാൻ എന്റെ ജീവിതത്തിൽ നേരിട്ട ഭവിഷ്യത്തുകൾക്ക് മുന്നിൽ ഇതൊന്നും ഒന്നുമല്ല പിള്ളേച്ച. കൊറേ നിങ്ങൾക്ക് അറിയില്ലേ? ഇനി ഇതുപോലുള്ള എന്തെങ്കിലും പൊറാട്ട് നാടകമായിട്ട് നിങ്ങൾ ഈ വീടിനകത്ത് കാലെടുത്ത് വെച്ച നിങ്ങളെ പ്രായം ഞാൻ മറക്കും. എന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ ഭർത്താവാ നിങ്ങളെന്ന കാര്യവും ഞാൻ മറക്കും. ഓർമ്മിച്ചോ? വല്ലാതെ കിടന്ന് തിളക്കല്ലേ നീ. ഇങ്ങനെ കിടന്ന് തിളച്ചാല് പറ്റിപ്പോ. അതുകൊണ്ട്
ഈ തിളപ്പ് മാറ്റി വെച്ചിട്ട് നീ നിന്റെ ദിവസങ്ങൾ എണ്ണിക്കോ. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാല് പിന്നെ ഇങ്ങളെ ദിവസം കൂടി എണ്ണി തുടങ്ങിക്കൊള്ളണം. ഞാൻ എണ്ണും. എണ്ണിയും കണക്ക് കൂട്ടിയും ഒക്കെ തന്നെയാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. പക്ഷേ നിന്നെ ഞാൻ ഇവിടെ നിന്ന് കുടിയിറങ്ങും. ഇറക്കണല്ലേ? നിങ്ങൾക്ക് എന്നെ ഇവിടുന്ന് ഇറക്കണല്ലേ? നിങ്ങൾക്ക് എന്നെ ഇവിടുന്ന് കുടിയിറക്കണല്ലേ? എന്നെയും പിള്ളേരെ ഇവിടുന്ന് ഇറക്കി വിടണല്ലേ? ഇവിടെ തന്നെ അനങ്ങരുത്. സുധാമണി, നീ എന്ത് കാണിക്കാൻ പോവാ? എന്താ നിന്റെ അമ്മയ്ക്ക് പറ്റിയത്? എനിക്കറിയോ? അമ്മ, എന്താ നിന്റെ ഉദ്ദേശം? എന്തെങ്കിലും പറഞ്ഞു തീർത്താ പോരെ, അല്ലാതെ ആയുധം വെച്ചുള്ള കളിയൊന്നും വേണ്ട. നിങ്ങളെ ഈ ചെവിയിലിരിക്കുന്ന കൂന്ത്രാണ്ടം. എന്നോടും പറയാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ നിനക്ക്? അയ്യോ, അങ്ങനെയൊന്നുമില്ല വലിയേട്ടാ. അതെ, നമ്മളെ ഒരാള് നിരന്തരം ശല്യം ചെയ്താ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആരാ നിന്നെ ശല്യം ചെയ്യുന്നത്? മാർത്താണ്ഡപിള്ള. മാർത്താണ്ഡപിള്ളയോ? അല്ല, അയാൾ എന്നെയല്ല, പൊതുവെ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും. അയാൾ നമ്മുടെ കുടുംബത്തെ ശല്യം ചെയ്യാണല്ലോ. നിന്റെ ഫോണിൽ നിന്ന് പേടിക്കണ്ട, നിന്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഞാൻ ചെക്ക് ചെയ്യില്ല. എനിക്കെന്ത് പേഴ്സണൽ കാര്യേട്ടാ? ഏട്ടൻ ധൈര്യമായിട്ട് നോക്കിക്കോ. നീ ഫോൺ താ. ഫോണല്ലേ ഞാൻ നീട്ടി പിടിച്ചേക്കുന്നേ. നീ ഫോണിന് താ മീനാക്ഷി. എന്താ വലിയേട്ടൻ നീ പറയുന്നേ? ഞാൻ ഈ പിടിച്ചേക്കുന്ന ഫോൺ തന്നെയല്ലേ? നമ്മളോട് ഒരാൾ ചെയ്യുന്ന ശല്യവും ഇതുപോലെ തന്നെ. നമുക്ക് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയാം. ഒരാൾ നമ്മളെ ശല്യം ചെയ്യാനായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിന്റെ പാതി ഉത്തരവാദി നമ്മൾ കൂടിയാണ്. ശല്യം ചെയ്യുന്നവനും ചെയ്യപ്പെടുന്നവനും ആ പ്രവൃത്തിയിൽ സത്യത്തിൽ ഒരു 50% ഉത്തരവാദിത്വം ഉണ്ട്. നമ്മൾ പേടിക്കുന്നിടത്തോളം അയാൾക്ക് ശക്തി കൂടും. തിരിച്ച് പ്രതികരിക്കുന്നിടത്താണ് നമ്മുടെ ശക്തി വർദ്ധിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ മാതൃകയാക്കേണ്ടത് നമ്മുടെ അമ്മയെ തന്നെയാണ്. മാർത്താണ്ഡപിള്ളയുടെ മുന്നിൽ അമ്മ എപ്പോഴെങ്കിലും പേടിച്ചു നിൽക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? അതമ്മ ചെയ്യാതിരിക്കുന്നത് അമ്മയ്ക്ക് പേടിയില്ലാത്തതുകൊണ്ടോ ആശങ്കകളില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. എപ്പോഴെങ്കിലും ഒന്ന് താണു കൊടുത്താൽ അയാൾ തലേ കയറിയിരിക്കും എന്നറിയാവുന്നത് കൊണ്ട് മാത്രം. അമ്മയുടെ പ്രതികരണങ്ങളെല്ലാം അയാളെ പേടിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, അമ്മയ്ക്ക് ധൈര്യം കിട്ടാനും കൂടി വേണ്ടിയുള്ളതാ. അതുകൊണ്ട് നീ വിഷമിക്കണ്ട. മാർത്താണ്ഡൻ എത്രയൊക്കെ കിടന്ന് ഒച്ച വെച്ചാലും അലറിയാലും അമ്മയൊന്ന് അനക്കാൻ പോലും അയാൾക്ക് കഴിയില്ല. വലിയേട്ടാ, നമ്മുടെ അമ്മ ഭയങ്കര സ്ട്രോങ്ങാ, ഫിയർലെസ്സാ. എന്ത് പ്രശ്നം വന്നാലും മല പോലെ നിൽക്കുന്ന ഒരാളാ. സുധാമണി സൂപ്പറാ. സുധാമണി, എന്റെ മകൾ ചെന്ന് കയറാൻ പോകുന്ന ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നാൽ അത് എന്നെയും കൂടി ബാധിക്കും. അതിന് പരിഹാരം കാണാൻ ശ്രമിക്കേണ്ടത് എന്റെയും കൂടി കടമയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് സുധാമണിയോട് ഇത്രയും പറഞ്ഞത്. എനിക്കിപ്പോ സുധാമണി ശരിക്കും മനസ്സിലായി. എന്ത് സഹായത്തിന് ഞങ്ങളുണ്ടാവും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഞാനൊരു നന്ദിയില്ലാത്തോളാണെന്നും അഹങ്കാരിയാണെന്നും വിചാരിക്കല്ലേ മേനോൻ സാറേ. ഞാൻ ഇങ്ങനൊരു വാശിക്കാരിയായിപ്പോയി. ഏത് കടലിൽ വീണുപോയാലും അവസാനത്തെ കച്ചിത്തുമ്പ് വരെ പിടിച്ചു കയറാൻ നോക്കും. ഏത് സമയത്താ ദൈവം നമുക്കൊരു വെളിച്ചം കാണിച്ചു തരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ ഒരു പ്രതീക്ഷ സാറ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. എന്തായാലും സാർ ഇവിടെ വന്ന് എന്നോട് ഇത്രയും പറഞ്ഞല്ലോ. ഇനി ഞാൻ സാറിനോട് മരണം വരെ കടപ്പെട്ടിരിക്കും. ശരി, എന്നാ ഞാൻ ഇറങ്ങാം. എല്ലാം സുധാമണിയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ശരി ശരി സാർ. അതുകൊണ്ടേ ഞാൻ നമ്മുടെ സുബോധം വൈദ്യന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അയാള് കടിക്കാത്തത് കഷായമായത്.
ദേ, ഇത് ദിവസവും ഒരു 2 നേരം കുടിച്ചാൽ വയറിന്റെ സർവ്വ പ്രശ്നവും തീരുന്ന അയാള് പറയുന്നേ. അയ്യോ കഴിക്കല്ലേ. പേടിപ്പിക്കുന്നു കോരങ്ങ. അതെ, ഞാൻ ചൂടാക്കി കൊണ്ടുവന്നതാ. ഒന്ന് ആറിയിട്ടേ കുടിക്കാവുള്ളൂ. ഓ അത് ശരി. അതിനാണ് നീ എന്നെ ഇങ്ങനെ വരട്ടി സംസാരിച്ചേ? വേണ്ടേ, തള്ളേ മോളും കൂടെ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ കൂതറകളുടെ കൂടെ ചേർന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ എന്റെ ഉപ്പും ചോറും തിന്നുകൊണ്ട് കണ്ടവർക്ക് വേണ്ടി തുള്ളാനാണ് പരിപാടിയെങ്കിൽ പെട്ടിയും കുടുക്കേക്ക് എടുത്തോണ്ടി നിന്റെ തന്തയുടെ അടുത്തോട്ട് അങ്ങ് പൊയ്ക്കോണം. ഞാൻ പൊയ്ക്കോളാം. പക്ഷേ പിന്നെ ഈ പണിയൊക്കെ ആര് ചെയ്തു തരൂന്ന് എനിക്കൊന്ന് കാണണം. ഓ പിന്നെ വലിയൊരു പണി. ഈ 2-3 തുള്ളി കഷായം ഒന്ന് ചൂടാക്കി തരുന്നു. പാതി വിടർന്ന ഒരു പനിനീർ പൂ പോലെ ഉണ്ട് എന്റെ മുത്തിന്റെ മുഖം. ഒന്ന് പോ ചേച്ചി. സത്യം ഞാൻ പറഞ്ഞേ, മുഖത്ത് കാണുന്ന ഈ പ്രകാശം വെറുതെ ഉണ്ടാവുന്നതല്ല കേട്ടാ. നമ്മൾ കാത്തിരിക്കുന്നവര് നമ്മളെ തേടിയെത്തുന്നു എന്നറിയുമ്പോ സ്വാഭാവികമായി മനസ്സിനുണ്ടാവുന്ന ഒരു സന്തോഷം മുഖത്തേക്ക് പടരുന്നതാ. ദാ ഇതുപോലെ. 2 വർഷത്തെ കാത്തിരിപ്പല്ലേ സുധേച്ചി. പ്രവീൺ പോകുമ്പോ 2 വർഷം എങ്ങനെ കാത്തിരിക്കുമെന്ന് ആലോചിച്ച് വല്ലാത്ത പേടിയായിരുന്നു എനിക്ക്. കണ്ണടച്ച് തുറക്കും മുൻപേ ആ സമയം പോയതുപോലെ. ഒരുപാട് രാത്രികളിൽ ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് കരഞ്ഞിട്ടുണ്ട് ചേച്ചി. ഇനി ഈ കണ്ണീരൊന്നും വേണ്ട. ഓനടുത്തുള്ളപ്പോ എപ്പോ നീ സന്തോഷായിട്ടിരിക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, എപ്പോ മനസ്സിന് സങ്കടം വന്നാലും അപ്പൊ ചേച്ചി എന്റെ മനസ്സിലേക്ക് ഓടി വരും. യു ആർ മൈ ഇൻസ്പിറേഷൻ. എത്ര വർഷമായി ചേച്ചിയുടെ ഈ ഒറ്റാൾ പോരാട്ടം തുടങ്ങിയിട്ട്? ഈ 2 വർഷം എനിക്ക് പ്രവീണേട്ടന്റെ സാമീപ്യം ഉണ്ടായിരുന്നില്ലെന്നേ ഉള്ളൂ. ഏട്ടന്റെ സ്നേഹവും ശബ്ദവും ഇപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ചേച്ചിയുടെ കാര്യം അങ്ങനെ അല്ലല്ലോ. ഒരു ആൺതുണയില്ലാതെ ചേച്ചി ജീവിച്ചു തീർത്ത വർഷങ്ങളുടെ കണക്കെടുത്ത എന്റെ വിഷമമൊന്നും ഒരു വിഷമമേ അല്ല. എവിടെ നിന്ന് കിട്ടുന്നു ചേച്ചി ഈ ധൈര്യം? നമ്മളെ ധൈര്യശാലികളാക്കുന്നത് നമ്മളെ ജീവിത സാഹചര്യങ്ങളല്ലേ മോളെ. ചേച്ചി എപ്പോഴെങ്കിലുമൊക്കെ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കാറുണ്ടാവില്ലേ? മിസ് ചെയ്യാറില്ലേ പുള്ളിയെ? ഉണ്ടല്ലോ, എല്ലാ ദിവസവും ഓർമ്മിക്കലുണ്ട്. കുറച്ചും കൂടി കൃത്യമായിട്ട് പറഞ്ഞാല് എല്ലാ നിമിഷവും ഓർമ്മിക്കലുണ്ട്. പക്ഷെ എന്റെ ജീവിതം ഒരു ഒറ്റയാൾ പോരാട്ടമായിരുന്നു എന്ന് നീ പറഞ്ഞത് ഒന്ന് മാറ്റിപ്പിടിക്കണം. സഹായിക്കാൻ ആരും ഇല്ലാത്തൊരു ജീവിതമായിരുന്നില്ല മഞ്ജു എന്റേത്. ഗണേശൻ, അൻസാരി വക്കീല്, എന്റെ ബാലു, സാഗർ, ഇവരെല്ലാം ഇല്ല എന്റെ കൂടെ. ആ പിന്നെ ഇപ്പൊ വിശ്വനാഥൻ സാർ, എന്റെ മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റും ഒക്കെ നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്ന എന്റെ പുരുഷോത്തമൻ സാറ്, ഇവരെല്ലാം എന്റെ ജീവിതത്തില് താങ്ങും തണലുമായിട്ട് നിൽക്കൂല്ലേ. പുരുഷന്മാരെ ഭർത്താവിന്റെ റോളിൽ നിന്ന് തന്നെ സഹായിക്കണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാ? ഇല്ലല്ലോ. ഒരച്ഛനായിട്ടോ മകനായിട്ടോ സുഹൃത്തായിട്ടോ ഗുരുവായിട്ടോ നമ്മളെ സഹായിക്കാനും നേർവഴിക്ക് നടത്താനും പുരുഷന് പറ്റൂലേ? പറ്റുമെന്ന് എനിക്ക് എന്റെ ജീവിതത്തിൽ തെളിയിച്ചു തന്നവരാ ഇവരെല്ലാം. എന്താ? അതായത് ഉത്തമ, ഒരു സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും ഹീറോ ആവാൻ പറ്റുമോ? ഇല്ല, അതെന്റെ ലാലേട്ടന് മാത്രമേ പറ്റൂ. ആ ആശയം വെച്ച് ഞാൻ കാറ്ററിംഗ് ചെയ്യുന്ന പരിപാടി എന്താന്ന് വെച്ചാ, ഞാൻ എന്റെ മെനുവില് എപ്പോ ഒരു ഹീറോ ഡിഷ് വെക്കും. അതിന്റെ രുചിയില് ബാക്കിയുള്ളതെല്ലാം ഇതിന്റെ സൈഡ് കൂടെ അങ്ങ് പോവും. ഹലോ, ഇത് സയൻസാ, ഹോം സയൻസ് അല്ല. ആ അല്ലേ, എനിക്കറിയാം. ഞാൻ പറഞ്ഞ എനിക്ക് മനസ്സിലായിട്ടില്ലേ? ഒരു പൊട്ടിക്കാളി, ഇത് 100 മാർക്കിന്റെ പരീക്ഷയല്ലേ? പഠിക്കാൻ 3 ചാപ്റ്റർ ഉണ്ട്. ഒരു ചാപ്റ്ററിന് 33 മാർക്കിന്റെ ചോദ്യങ്ങളാ വരിക. ആ ഒരു ചാപ്റ്റർ ആണ് പരീക്ഷയിൽ നമ്മളെ ഹീറോ. അത് ഫുള്ളായിട്ട് പഠിച്ചു വെച്ചാ ആ 33 മാർക്ക് നമുക്ക് കിട്ടുമല്ലോ. ജയിക്കാൻ 40 മാർക്ക് വേണം. ഒരു 8ഓ 10ഓ മാർക്ക് ബാക്കിയുള്ള 2 ചാപ്റ്ററിൽ നിന്നും എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടിയെടുക്കണം. അത്രേ ഉള്ളൂ കാര്യം. ആഹാ, അത് സൂപ്പർ ഐഡിയ ആണല്ലോ. കുറച്ച് പഠിക്കുക, അത് മനസ്സിരുത്തി പഠിക്കുക. ഗുഡ്. അപ്പൊ നമുക്ക് 1ാമത്തെ ചാപ്റ്റർ തന്നെ വീണ്ടും പഠിക്കാം. അതാണ്. ഓക്കെ.
അവളുടെ ഫോണിൽ ഒരുപാട് കോൾ വരുന്നുണ്ടല്ലോ. അത് ട്യൂഷൻ സെന്ററിൽ നിന്നാണ്. One more time. Come on, Meenakshi. Pick up phone. Come on, Meenu. Pick up phone. Pick up. Hi, Meenakshi. നീ പാർട്ടിക്ക് വീട്ടിലേക്ക് വരുന്നുണ്ടല്ലോ അല്ലേ? ഹൗ ഡെയർ യു? ഞാനൊരു കോപ്രായത്തിനും ഇല്ല. നീ എന്താ എന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നേ? ഇനി എന്റെ പുറകെ നടന്ന് ഫോൺ ചെയ്തു എന്നെ ശല്യപ്പെടുത്തിയ ഞാൻ ഉറപ്പായിട്ടും പ്രിൻസിപ്പളിനോട് കംപ്ലൈന്റ് ചെയ്യും. ഇത് വെറും ഒരു ഭീഷണിയായിട്ട് കാണണ്ട. ഞാൻ ചെയ്യൂന്ന് പറഞ്ഞാൽ ചെയ്യും. എന്ത് കംപ്ലൈന്റാ പ്രിൻസിക്ക് കൊടുക്കാൻ പോണേ? ഞാൻ നിന്നെ ബർത്ത്ഡേ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തെന്നു, എന്നിട്ട് അതിന് വരാൻ വേണ്ടി ഫോഴ്സ് ചെയ്തെന്നു. അങ്ങനെ ഒരു സെല്ലി കംപ്ലൈന്റ് നീ കൊണ്ട് കൊടുത്ത പ്രിൻസ് എന്നെ സ്കൂളിൽ നിന്ന് ടീസി തന്ന് പറഞ്ഞു വിടുമെന്നാണോ നിന്റെ വിചാരം? കഷ്ടം. നിനക്ക് അല്പം കൂടി ബുദ്ധി ഉണ്ടാവുന്ന ഞാൻ കരുതി. എന്റെ ഒത്തിരി ഫ്രണ്ട്സ് പാർട്ടിക്ക് വരുന്നുണ്ട്, നീയും വരണം. ഞാൻ നിന്റെ ഫ്രണ്ട് അല്ല. അതെന്റെ എല്ലാ കൂട്ടുകാർക്കും അറിയാം. ആരാണ് ആദ്യം ഫ്രണ്ട്ഷിപ്പിന്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വന്നതെന്നും എന്റെ മൊബൈൽ നമ്പർ വാങ്ങിയതെന്നും എന്നെ വിളിച്ചതെന്നും ഒക്കെ. അതുകൊണ്ട് അത് കള. ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ബെറ്റ് വെച്ചേക്കുവാ, നീ വന്നേ തീരൂ. ഈ പെണ്ണിത് ഏടെ പോയി കിടക്കാന്നപ്പാ? ഫോണ് റിങ് ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ ഇതെന്താ ഫോൺ എടുക്കാത്തെ? ഈ പെണ്ണിതെന്താ കാണിക്കുന്നു മനുഷ്യനെ തീ തീറ്റിക്കാനായിട്ട്? ഓളാണോ? പറ വക്കീലേ, എന്താ ഈ അടുത്ത കാര്യം? സുധാമണി, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തു പറ്റി വക്കീലെ? ഇന്നത്തെ വിധി നമുക്ക് അനുകൂലമായിരുന്നില്ല. നമ്മുടെ സ്റ്റേ ഓർഡർ കോടതി തള്ളി. അയ്യോ വക്കീലെ, എന്ന് പറഞ്ഞ ഈ കേസ് ജയിക്കാൻ വേണ്ടി അയാൾ എല്ലാ നാറിയ കളികളും കളിച്ചു. ഇനിയിപ്പൊ നമ്മൾ എന്നാ ചെയ്യ വക്കീലെ? ഞാനും എന്റെ മക്കളും. എന്തായാലും നമ്മളങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും വിചാരിച്ചിട്ടില്ല. നമ്മള് കേസ് തോറ്റ അത് വെറും ഒരു തോൽവി മാത്രമായിരിക്കില്ല വക്കീലെ, എനിക്കും കുടുംബത്തിനും. ഒരു വഴിയുണ്ട്. വീടിന്റെ റെന്റൽ അഗ്രിമെന്റിന്റെ ഒരു കോപ്പി കിട്ടിയാൽ നമുക്ക് അത് വെച്ചൊരു കളി കളിക്കാം. എന്തായാലും അതിനപ്പുറത്തേക്ക് പിള്ളേക്കൊന്നും ചെയ്യാനുണ്ടാവില്ല. പക്ഷേ നമ്മളെ കൈമില് അങ്ങനെ അഗ്രിമെന്റ് ഒന്നും ഇല്ലല്ലോ. അത് ഏത് വിധേനയും ഒപ്പിക്കണം. അല്ലെങ്കിൽ കോടതി പറയുന്നത് നമുക്ക് അനുസരിക്കേണ്ടി വരും. ശരി വക്കീലെ. ശരി. ഈ മീനു ഇത് എവിടെ പോയി കിടക്കുന്ന ഈശ്വര? എന്റെ മുത്തപ്പ, എന്റെ കുട്ടിക്കൊന്നും വരുത്തല്ലേ. ഇവക്ക് കാര്യം പറഞ്ഞാൽ എന്താ? ഒരു 90% കോഡിംഗ് പൂർത്തിയായി സർ. അതെ അതെ, ഷെയർ പുറത്ത് കൊടുക്കുന്നില്ലെന്നാ കമ്പനി ഡിസിഷൻ. അതോ, ജസ്റ്റ് മിനിറ്റ് സർ. എന്റെ മുത്തപ്പ, എന്തൊരു പരീക്ഷണായത്. ഫോണും കിട്ടുന്നില്ലല്ലോ. ഇവിടെ തേടിയ പോയിനെ നേരെ ഇത്രയായിട്ടും വീട്ടിലെത്തണം എന്നുള്ളൊരു ബോധം ഉണ്ട് ഇവക്ക്. ഇനി ഞാൻ പഠിക്കാൻ പോന്നോണ്ട് വല്ല ബുദ്ധിമോശം ചെയ്തുവാ. ടോട്ടൽ 4 crores സർ. 24 സർ.
അതെന്റെ എല്ലാ കൂട്ടുകാർക്കും അറിയാം. ആരാണ് ആദ്യം ഫ്രണ്ട്ഷിപ്പിന്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വന്നതെന്നും എന്റെ മൊബൈൽ നമ്പർ വാങ്ങിയതെന്നും എന്നെ വിളിച്ചതെന്നും ഒക്കെ. അതുകൊണ്ട് അത് കള, നീ വന്നേ തീരൂ. ദാ നോക്ക്, ഞാൻ ബെറ്റ് ജയിച്ചു. നീ എന്താ പറഞ്ഞത്? ഞാൻ വിളിച്ച അവള് വരില്ലെന്നല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട് അവൾ എന്റെ ബർത്ത്ഡേ പാർട്ടിയിൽ? നീ ബെറ്റ് ജയിച്ചു, അതൊക്കെ ഓക്കെ. പക്ഷെ ഇവളെന്തിനാ യൂണിഫോം ഇട്ടോണ്ട് ഇങ്ങോട്ട് കയറി വന്നത്? ഒന്നുമില്ലെങ്കിൽ അവൾക്ക് പാർട്ടിക്കിടാൻ ഡ്രസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ പാർട്ടിക്ക് എന്ത് ഡ്രസ് ഇടണമെന്ന ബോധം ഉണ്ടാവില്ല. മീനാക്ഷി, ഞാൻ വിളിച്ചാൽ നിനക്ക് വരാതിരിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയായിരുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ സൂരജ് ആരാണെന്ന്? മനസ്സിലൊന്ന് വിചാരിച്ചാൽ അത് നടത്തിയെടുക്കാനും സൂരജിനറിയാം. ഇത് പിടിച്ചങ്ങോട്ട്. നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല നീ വിളിച്ചപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നത്. പാർട്ടിക്ക് വന്നില്ലെങ്കിൽ പിന്നെയും പിന്നെ ശല്യപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രാ. നിന്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി, അല്ലാതെ നീ കരുതിയത് പോലെയൊന്നുമല്ല. ഇനി ഇത് തുടരാനാണ് ഭാവമെങ്കിൽ ഞാൻ വിശ്വനാഥൻ സാറിനോട് കംപ്ലൈന്റ് ചെയ്യും. നിന്റെ ഈ കംപ്ലൈന്റ് ഭീഷണി ഞാൻ നേരത്തെ കേട്ടതല്ലേ. പാർട്ടിക്ക് നിന്നെ നിർബന്ധിച്ച് വരുത്തിന്ന് നീ പോയി കംപ്ലൈന്റ് കൊടുക്ക്. ബാക്കി ഞാൻ നോക്കിക്കോളാം. നമ്മൾ പേടിക്കുന്നിടത്തോളം അയാൾക്ക് ശക്തി കൂടും. തിരിച്ച് പ്രതികരിക്കുന്നിടത്താണ് നമ്മുടെ ശക്തി വർദ്ധിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ മാതൃകയാക്കേണ്ടത് നമ്മുടെ അമ്മയെ തന്നെയാണ്. നീ എന്താടാ കരുതിയത്? നീ കീ കൊടുത്തു വിട്ട് ആടുന്ന ഒരു പാവയാണ് മീനാക്ഷിന്നോ? നീ അനാവശ്യമായിട്ട് അയച്ച ചാറ്റ്സും മെസ്സേജസും വൃത്തികെട്ട ജോക്സും പിക്സും ഒക്കെ വെച്ച് ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. നീ നിന്റെ മൊബൈലിൽ നിന്ന് അയച്ച സകല ഡേറ്റാസും ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ തെളിവൊന്നും ഈ കാര്യത്തിൽ ആവശ്യമില്ല. ഞാൻ നിന്റെ ക്ഷണം സ്വീകരിച്ച് നിന്റെ പിറന്നാൾ ആഘോഷിക്കാൻ വന്നതല്ല, നിന്നെ വാൺ ചെയ്യാൻ വന്നതാ. ഇനി മേലിൽ നീ എന്നെ വിളിക്കുകയോ എനിക്ക് മെസ്സേജ് അയക്കുകയോ ചെയ്യരുത്. ചെയ്താൽ പിന്നെ ഇവിടെ കയറി വരുന്നത് പോലീസായിരിക്കും. മൈൻഡ്. പിന്നെ നീ വിചാരിച്ചതുപോലെ എനിക്ക് നിന്നോട് പ്രേമോ ഫ്രണ്ട്ഷിപ്പോ ഒന്നുമില്ല. എനിക്കെന്നല്ല ഒരു പെൺകുട്ടി നിന്നെ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. ഇനി മേലിൽ എന്നെ നിന്നെ ഞങ്ങൾ അന്വേഷിച്ചു വരാൻ തുടങ്ങുമായിരുന്നു. എന്തിനാ മീനാക്ഷി ഇത്രയ്ക്ക് ലേറ്റ് ആവുന്നത്? സ്കൂള് കഴിഞ്ഞാൽ നിനക്ക് നേരെ വീട്ടിൽ വന്നൂടെ? പാവ അമ്മ എത്രമാത്രം വിഷമിച്ചെന്നറിയോ? അതെങ്ങനെയാ? വീട്ടിലിരിക്കുന്നവരുടെ മനസ്സിലെ വെപ്രാളം ഓക്കറിയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളെല്ലാവരും എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. റോഡിലൊക്കെ നല്ല ട്രാഫിക് ആയിരുന്നു, അതാ ഞാൻ ലേറ്റ് ആയത്. വെറുതെ കള്ളത്തരം പറയല്ലേ. ഇനി മാത്രം വലിയ ട്രാഫിക്കോ? അല്ല, നിന്റെ ഫോൺ എടുത്തു. ഇനി ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, നീ എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിന്? അയ്യോ എന്റെ പൊന്നമ്മേ, ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതല്ല, പിന്നെ ചാർജ് തീർന്ന് ഓഫായി പോയതാ. ഇത്രയ്ക്ക് ലേറ്റ് ആകുമായിരുന്നെങ്കിൽ ഫോൺ ഓഫ് ആകുന്നതിന് മുമ്പ് നിനക്കൊന്ന് വീട്ടിലേക്ക് വിളിക്കായിരുന്നില്ലേ? ഞങ്ങൾ ഇത്ര ടെൻഷൻ അടിക്കുമായിരുന്നു. അത് പിന്നെ ഫോൺ ഓഫായി പോന്ന് ഞാൻ കരുതിയോ? ഇനി ഇതുപോലെ ലേറ്റ് ആയി വിളിക്കാം പോരെ? സത്യം പറ, എന്താ എന്റെ ചുറ്റിക്കളി? ട്രാഫിക് ബ്ലോക്ക് എന്നല്ല നീ കള്ളത്തരം പറയുന്നതെന്ന് എനിക്കറിയാം. സത്യം പറഞ്ഞില്ലെങ്കിൽ കൊന്നു കുഴിച്ചു മുടിഞ്ഞ. നീ ഒരു പെൺകുട്ടിയാ, അത് ഓർമ്മ വേണം. എന്നാ ഇനി ഞാൻ സത്യം പറയാം. ഞാൻ സ്മിതയുടെ വീട്ടിലായിരുന്നു. സ്മിതന്റെ വീട്ടിലാ? ഏത് സ്മിത? നമ്മളെ ക്ലാസ്സിൽ അങ്ങനെ ഒരു കൂട്ടുകാരി ഇല്ലല്ലോ. എന്റെ കൂട്ടുകാരെ കുറിച്ച് അമ്മയ്ക്ക് എന്തറിയാം? എന്റെ ക്ലാസ്സിലെ കുട്ടികൾ മാത്രമാണോ എന്റെ കൂട്ടുകാരികള്? പല ക്ലാസ്സിലെ കുട്ടികളും എന്റെ കൂട്ടുകാരികൾ തന്നെയാ. ആ എന്തിനാ സ്കൂള് വിട്ട് കഴിഞ്ഞ് നീ കൂട്ടുകാരിന്റെ വീട്ടിൽ പോയേ? അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ അത്ര ചെറിയ കുട്ടിയൊന്നും അല്ല. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനും കഴിവുള്ള ഒരു കുട്ടിയാ ഞാൻ. ഞാൻ എവിടെ പോയാലും എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. നീ കൂട്ടുകാരിന്റെ വീട്ടിൽ പോയനെ ഇവിടെ ആരും ഒന്നും പറയില്ല. പക്ഷെ എന്തിനാന്ന് നമുക്കും കൂടി അറിഞ്ഞേ പറ്റൂ. എനിക്കിപ്പോ അത് പറയാൻ സൗകര്യമില്ല.
ഒരുപാട് കാര്യങ്ങൾ കാണും. അതൊക്കെ ഇപ്പൊ നിങ്ങളോട് പറയാൻ പറ്റുമോ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, വെറുതെ എന്റെ പിന്നാലെ നടന്ന് എന്നെ നിയന്ത്രിക്കാൻ വരരുത്. എനിക്കത് ഇഷ്ടമല്ല. അമ്മേ, ഇപ്പൊ അമ്മ അവളുടെ പിന്നാലെ പോകണ്ട. അവളോട് ഞാൻ ചോദിക്കാം. ഇത് തന്നെ. മാർത്താണ്ഡം പിള്ളയാണല്ലോ. ഹലോ. ആ വക്കീലേ, സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. ആ കിട്ടിയോ? എങ്കിൽ എത്ര വർഷത്തേക്കാണ് എഗ്രിമെന്റ് എഴുതിയേക്കുന്നതെന്ന് കൂടി നോക്കിയേ. ഇതിലേ ഇനി ഒരു 8-9 വർഷം കൂടെ ഉണ്ടല്ലോ. താൻ അതനുസരിച്ചുള്ള അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ടോ? ഏകദേശമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. മേടിക്കാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. ഇയാൾ എന്തോന്നായി പറയുന്നേ? അത് വാങ്ങിച്ചിട്ടുണ്ട്. ആ അങ്ങനെ വരട്ടെ. എങ്കിൽ അവരിനി ഒരു 8-9 കൊല്ലം കൂടി അവിടെ തന്നെ കാണും. ഇതറിയാനാണെങ്കിൽ ഇയാളെ വിളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എനിക്ക്. അവറ്റകളെ ഇറക്കി വിടാൻ എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ അത് പറ. ചൂടാവാതെ പിള്ളേച്ചാ, നമുക്ക് നോക്കാം. ഈ എഗ്രിമെന്റിന്റെ കോപ്പി വല്ലതും അവരുടെ കയ്യിലുണ്ടോ? കോപ്പിയൊന്നുമില്ല. ആകെ ഉള്ളതേ ഈ ഒറിജിനൽ മാത്രമാ. അതാണ് എന്റെ ഈ ഭദ്രവും. ആ എങ്കിൽ താനൊരു കാര്യം ചെയ്യും, അതിന്റെ ഒരു കോപ്പി ഇങ്ങ് കൊടുത്തോളൂ. എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ, ഇന്നേ തിരുവോണമല്ലേ, കോപ്പിയെടുപ്പ് എന്തായാലും ഇന്ന് നടക്കത്തില്ല. സാരമില്ല, നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിലേ എഗ്രിമെന്റിന്റെ കോപ്പി അവിടെ എത്തിയിരിക്കും. ഓക്കെ 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 പറഞ്ഞ പോലെ. ശരി. ആ ഇതുവരെ ഈ സ്ത്രീ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ്. കോളനിയിലെ വീടുമായി ബന്ധപ്പെട്ട് എന്റെ കക്ഷിയായ ശ്രീ മാർത്താണ്ഡൻ പിള്ളയുമായി ഇവർക്ക് ഒരു തരത്തിലുള്ള എഗ്രിമെന്റും ഇല്ല എന്ന് പ്രഥമ ദൃഷ്ട്യാ തെളിഞ്ഞിരിക്കുകയാണ്. ഇവർ ഈ പറയുന്ന 17 വർഷത്തെ കഥ സത്യമായിരിക്കാം. 17 വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ ഭർത്താവ് ഇവരെയും കുട്ടികളെയും ഉപേക്ഷിച്ച് ഓടിപ്പോയ കാലത്തെ എന്റെ കക്ഷിയായ മാർത്താണ്ഡൻ പിള്ളയോട് ഈ കുടുംബം കടപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ നിൽക്കുന്ന സുധാമണിക്ക് 2 മക്കളുണ്ടായിരുന്നു. 3ാമത്തെ കുട്ടിയെ ഇവർ ഗർഭം ധരിച്ചിരിക്കുകയായിരുന്നു. ആ അവസ്ഥയിൽ അശരണയും ഗർഭിണിയുമായ സുധാമണിയെയും കുട്ടികളെയും തെരുവിലേക്ക് ഇറക്കിവിടാതെ മാർത്താണ്ഡൻ പിള്ള പഴയ കടമൊക്കെ മറന്ന് ഇവരോട് കാണിച്ച മനുഷ്യത്വപരമായ സമീപനമാണ് ഇപ്പോൾ എന്റെ കക്ഷിയെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇവർ മാർത്താണ്ഡൻ പിള്ളയ്ക്ക് വാടക നൽകാറില്ലെന്ന് മാത്രമല്ല, ഗാർഹിക ആവശ്യത്തിനായി കൊടുത്ത കെട്ടിടത്തിൽ ഒരു കാറ്ററിംഗ് യൂണിറ്റ് നടത്തുകയാണിപ്പോ.